മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിക്കപ്പെട്ട് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കില്ല എന്ന് അമിത്ഷാ ഉറപ്പ് കൊടുത്തതായിട്ട് നമ്മുടെ കേരളത്തിലെ LDF UDF MP മാർ പറയുന്നു. ഇത് തന്നെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും ആവർത്തിച്ചു. നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ സർ? കാരണം അവിടെ ഇത് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെയാണ് ഇവർക്കെതിരെ ഇട്ടിരിക്കുന്നത്. പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരാണെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇത്തരം വകുപ്പുകൾ ഇടുന്നത്. അപ്പോൾ അവിടുന്ന് അവർ സ്വയം പിന്നാക്കം പോകുന്നത് അത് കേസിൻ്റെ മെറിറ്റിനെ ബാധിക്കില്ലേ? എന്താണ് ഇത്? ആകപ്പാടെ ഒരു ദുരൂഹത തോന്നുന്നു. എന്താണ് ഇതിനകത്ത്? ഇതിനകത്ത് അന്വേഷണത്തെയോ കേസിനെയോ ഒന്നും പറയുന്നില്ല, ജാമ്യത്തെയാണ് പറയുന്നത്. ജാമ്യം എന്ന് പറയുന്നത് ഒരാളുടെ അവകാശമാണ്, ഒരു മൗലിക അവകാശം പോലെ ആയിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി വരെ വീക്ഷിക്കുന്നത്. സുപ്രീം കോടതിയുടെ വിധി വളരെ വ്യക്തമാണ് അക്കാര്യത്തിൽ. അതായത് ഒരു കേസിന്റെ അന്വേഷണം പൂർത്തിയായാൽ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുക, തെളിവെടുക്കുക തുടങ്ങിയ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ വിചാരണ തുടങ്ങുന്നത് വരെ അനാവശ്യമായി ഇവരെ റിമാൻഡിൽ പാർപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് സുപ്രീം കോടതിയുടെ റൂളിംഗ്. അത് വളരെ വ്യക്തമാണ്. അതെ, ഇതിനകത്ത് അന്വേഷണം പൂർത്തിയായോ ഇല്ലയോ? പൂർത്തിയാകുന്നതിനേക്കാൾ പ്രധാനം ഈ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന കുട്ടികൾ പറയുന്നുണ്ട്, ഞങ്ങൾ സ്വമേധയാ ഞങ്ങളുടെ താല്പര്യത്തിൽ പോയതാണ്, അല്ലാതെ അവരെ ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോയതല്ല. അത് പറഞ്ഞതാണോ പറയിച്ചതാണോ എന്തായാലും ശരി, അവരങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ പിന്നെ അതിനകത്ത് ചോദ്യമില്ല. പക്ഷെ മജിസ്ട്രേറ്റിന് അവർ മൊഴി കൊടുത്തിട്ടുണ്ട്. അതിലൊരു കുട്ടി എന്നെ ഇങ്ങനെ നിർബന്ധിച്ചു വിട്ടതാണെന്ന് ഒരു കുട്ടി പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ രണ്ടുപേരും അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അത് ഒരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോലും ജാമ്യം കിട്ടാൻ അത് ധാരാളം മതിയാവുന്നതാണ്. പിന്നെ ബാക്കി വിചാരണയും കാര്യങ്ങളും പിന്നെ ഭാവിയിൽ നടക്കട്ടെ എന്നുള്ള രീതിയിൽ കോടതിക്ക് അത് കാണാവുന്നതാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ അമിത്ഷാ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് വാങ്ങാതെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലല്ലോ. അപ്പം സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിൽ നിന്നൊരു തീരുമാനം കിട്ടിയിട്ടുണ്ടാവണം, അതനുസരിച്ചായിരിക്കണം ചെയ്തത്. അതിനേക്കാൾ ഉപരി BJPക്ക് ഇത് അവരുടെ ഒരു പോളിസിയുടെ ഭാഗമാണ്. ശരിക്കും അമിത്ഷായും നരേന്ദ്രമോദിയും ചേർന്ന് ഉണ്ടാക്കിയ ഒരു പോളിസി തന്നെയാണ് കേരളത്തിൽ മത മേഖലാധ്യക്ഷന്മാരുമായിട്ടുള്ള ഒരു ഐക്യവും അവരെ സമരസപ്പെട്ടു പോവുകയും അവരിൽ ചേർക്കാവുന്ന മുഴുവൻ വിഭാഗങ്ങളെയും ചേർത്തുകൊണ്ട് ഒരു ഇലക്ഷനിൽ മുന്നോട്ട് പോകേണ്ട, പ്രത്യേകിച്ച് ഇപ്പോൾ വരാനിരിക്കുന്ന 6 മാസത്തിനകം വരാനിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ 8 മാസത്തിനകം വരാനിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ അത്തരത്തിൽ മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ വെളിവാക്കുന്നതാണ് ആ നീക്കങ്ങൾ. മറുവശത്ത് ഈ ഛത്തീസ്ഗഡിൽ ഈ പറഞ്ഞതുപോലെ വിശ്വ ഹിന്ദു പരിഷത്ത്, ബജറംഗ് ദൾ തുടങ്ങിയ ഹിന്ദു സംഘടനകൾ അവർ ഈ വിഷയത്തിൽ ഈ ഇപ്പോഴത്തെ ഈ നിലപാടിനെ, സർക്കാരിൻ്റെ നിലപാടിനെ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ നിലപാടിനെ അവർ അനുകൂലിക്കുമോ? അവർ അത് ഈ പറഞ്ഞ പോലെ അവിടെ വലിയ രീതിയിൽ മതപരിവർത്തന ഭീഷണി ഉണ്ട്. ഭീഷണിയല്ല, അങ്ങനെ നടന്നിട്ടുണ്ട്. അവിടുന്ന് ധാരാളം പെൺകുട്ടികളെ അല്ലെങ്കിൽ ഇതുപോലെ ആൾക്കാരെ മതം മാറ്റി കൊണ്ടുപോകുന്നുണ്ട്. വനവാസി വിഭാഗങ്ങളുടെ എണ്ണം വളരെയധികം കുറഞ്ഞിരിക്കുന്നു. അത്തരത്തിലുള്ള ഭീഷണികൾ അവിടെ ഉണ്ട്. അപ്പോൾ അവരിത് എങ്ങനെയായിരിക്കും ഇതിനെ കൈകാര്യം ചെയ്യുക? അവർ ഇതിനോട് യോജിക്കും? അവർ മാത്രമല്ല, കേരളത്തിലെ സംഘപരിവാർ സംഘടനകൾ പോലും ഇതിനോട് യോജിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേട്ടുവരുന്ന ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. രാജീവ് ചന്ദ്രശേഖറിന്റെ രാഷ്ട്രീയ അപക്വതയാണ് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റും കാര്യം നടത്താൻ കാരണം എന്ന് പറയുന്നവരുണ്ട്. കാരണം ഇത് ഛത്തീസ്ഗഡിലെ ഒരു വിഷയമാണ്, ഛത്തീസ്ഗഡ് ഗവൺമെന്റ് യുക്തമായി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് എഴുതിത്തള്ളേണ്ട ഒരു കാര്യമായിരുന്നു എന്ന് പറയുന്ന സംഘപരിവാർ സംഘടനകൾ അധികമുണ്ട്. അല്ലാതെ എടുത്തു ചാടി അവിടെ പോയി ഞങ്ങൾ ഇത് ഏത് കാരണവശാലും പരിഹരിക്കും, അവർ നിഷ്കളങ്കരാണ് എന്നൊക്കെ ഇവിടുത്തെ BJPയുടെ പ്രസിഡന്റിന് എങ്ങനെ പറയാൻ കഴിയും എന്നൊക്കെ ചോദിക്കുന്നവർ ഉണ്ട്. അപ്പം അതിനകത്ത് 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, മതപരിവർത്തനം തടയുക എന്നുള്ളത് സംഘപരിവാർ സംഘടനകളുടെ ഒരു ആവശ്യം. അവരതൊരു മുഖ്യ അജണ്ടയായിട്ട് കണ്ടിട്ടുണ്ട്. അതെ, ക്രിസ്ത്യൻ സംഘടനകൾ നടത്തിയിട്ടുള്ള മതപരിവർത്തനത്തിൻ്റെ ഏതാണ്ട് 99% ഹിന്ദുക്കളിൽ നിന്നാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു എത്തിക്കുന്ന വാർത്ത. അതെ, അപ്പോൾ അതാണ് സംഘപരിവാറിന് ഇതിനകത്ത് നിലപാടുകൾ എടുക്കാനായിട്ട് ഉണ്ടായ കാരണം. അപ്പോൾ അവർ പറയുന്നത് ഒരു വോട്ട് തരും, പകരം 3 പേരെ മതം മാറ്റും എന്നുള്ള ലൈനിലേക്കാണെങ്കിൽ ആ വോട്ട് വേണ്ട. ഇവിടെ കൂടിപ്പോയാൽ രാജീവ് ചന്ദ്രശേഖർ വിചാരിച്ചാൽ 10 സീറ്റ് അസംബ്ലിയിലേക്ക് കൊണ്ടുവരാനായിരിക്കും ഈ കളി മുഴുവൻ നടത്തുന്നത്. 10 വേണ്ട, 5 കിട്ടുന്നെങ്കിൽ 5 മതി, ഇല്ല 3 ഉള്ളെങ്കിൽ 3 മതി, 2 കിട്ടിയാൽ 2 മതി. 2ഉം 10ഉം 1ഉം 0ഉം എല്ലാം ഒരുപോലെ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഭരണത്തിലല്ലെങ്കിൽ, ഭരണത്തിനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ പിന്നെ എന്ത് കിട്ടിയാൽ എന്ത്
എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അതിനായിട്ട് അല്ലെങ്കിൽ അതിന് ഗുണം വേണം. ഇതൊരു ഗുണവുമില്ല, ദോഷമായി വരുന്ന വിധത്തിൽ വരുന്നതിന് എന്തിനു പോകുന്നു എന്ന് ചിന്തിക്കുന്ന സംഘപരിവാർ സംഘടനകളുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. അതാണ് അവരുടെ ഫോക്കസ് വേണ്ടത്. BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് ചിന്തിക്കുന്നത്. സംഘപരിവാർ ഒരു മതത്തിന്റെ ഹിന്ദു സംഘടനകളുടെ സംരക്ഷണം എന്നുള്ള നിലയ്ക്കാണ് ചിന്തിക്കുക. അപ്പോൾ ആ രണ്ട് ഐഡിയോളജികൾ തമ്മിലുള്ള ഒരു ക്ലാഷ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ആ ക്ലാഷിലാണ് ഇത്. രണ്ടുപേരും പറയുന്നതിൽ കഥയുമുണ്ട്. കാരണം ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങളെ ആട്ടി ഓടിച്ചാലും ഞങ്ങൾ സുവിശേഷം തുടരും, അങ്ങനെ ഞങ്ങളെ വരട്ടണ്ട എന്ന് രാജ്ഭവന്റെ മുമ്പിൽ നിന്ന് അവർ പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ ഹിന്ദു സംഘടനകളെ അത് ചൊടിപ്പിച്ചു. അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കൊള്ളാമല്ലോ, 2.5% വരുന്ന ഒരു ജനവിഭാഗം 80% വരുന്ന ഈ രാജ്യത്തെ ജനവിഭാഗത്തിനെ വെല്ലുവിളിക്കുകയാണോ? ഞങ്ങൾ സുവിശേഷം നടത്തുമെന്ന് പറഞ്ഞാൽ, സുവിശേഷം എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന്റെ അടുത്ത സ്റ്റെപ്പ് മതപരിവർത്തനമാണ് എന്നുള്ളതാണ് അവരുടെ അനുഭവങ്ങൾ. അപ്പോൾ അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് ഒരു വെല്ലുവിളിയല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ആ വെല്ലുവിളികളൊന്നും ഏറ്റെടുക്കാനല്ല അദ്ദേഹത്തിൻ്റെ നീക്കം. അദ്ദേഹം ഒരു സമന്വയം ഉണ്ടാക്കി തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷനിലേക്ക് എത്ര വോട്ടുകൾ അധികം BJP കിട്ടുമോ ആ വോട്ടുകൾ നേടുക എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരൻ്റെ ജോലി. പിന്നെ ഇതിനകത്ത് രാഷ്ട്രീയം അവസരങ്ങളുടെ കലയാണെന്ന് പറയുന്നത് പോലെ ഈ അവസരങ്ങൾ മുതലാക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. ഈ അവസരം മുതലാക്കി ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രധാനമായും അവർക്ക് നഷ്ടപ്പെട്ടു പോയ കുറെ ന്യൂനപക്ഷ വോട്ടുകൾ, ക്രിസ്ത്യൻ വോട്ടുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്കിലേ അവർക്ക് 100 കിട്ടില്ല എന്നാൽ പോലും ഒരു 75-80 സീറ്റൊക്കെ പിടിക്കണമെങ്കിൽ പോലും ഈ ക്രിസ്ത്യൻ പിന്തുണ വളരെ ആവശ്യമാണ്. അപ്പം വീണ് കിട്ടിയ ഒരു അവസരത്തിൽ അവസരവാദികളായി പ്രവർത്തിച്ചാലും തിരക്കേടില്ല, അതിനെ ഒരു വലിയ ഭൂകമ്പമാക്കി കൊണ്ടുവന്ന് വാസ്തവത്തിൽ മിഷണറിമാർക്കും ഇവിടുത്തെ കന്യാസ്ത്രീകൾക്കും വഴി നടക്കാൻ പോലും ഇന്ത്യയിൽ അവസരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രചാരണം അഴിച്ചുവിട്ടിരിക്കുന്നത് അതിനാണ്. കാരണം അങ്ങനെ വന്നാലേ ഇത് ഇങ്ങനെ വരുള്ളൂ. പിന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതും അവർക്കും അവസരവാദം തന്നെയാണ്. അവർക്കിപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടുന്നതിനേക്കാൾ ഉപരി ഇപ്പോഴത്തെ ആന്റി ഇൻകംബൻസിയെ മറികടക്കണം. അത് രാഷ്ട്രീയം മാറിയിട്ട് ഇവിടെ ചർച്ച വേണ്ടത് മതമായിരിക്കണം. ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളെ അടിച്ചൊതുക്കുന്നു, ക്രിസ്ത്യൻ കന്യാസ്ത്രീ വേട്ട നടത്തുന്നു, കേക്ക് തരുന്നു, പകരം കഠാരയുമായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ഭൂകമ്പം ഉണ്ടാക്കുകയും കന്യാസ്ത്രീകൾക്ക് വഴി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ടേ എന്ന് വിലപിക്കുകയും മുതലക്കണ്ണീർ പൊഴിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവസരങ്ങളുടെ കലയും അവസരവാദികളുടെ കലയുമായിട്ട് ഇപ്പോൾ ഈ കന്യാസ്ത്രീ വിഷയം മാറ്റിയിരിക്കുകയാണ്. അപ്പം അത് വലിയ പ്രത്യാഘാതങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കും. BJPക്ക് അത് എങ്ങനെ ഗുണമാണോ ദോഷമാണോ വരിക എന്നുള്ളത് BJP ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതിനെ ഉദ്ദേശിച്ചാണ്. സാർ, നമ്മൾ ഈ സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ ഈ തരത്തിൽ ഈ പറഞ്ഞ പോലെ കന്യാസ്ത്രീകളുടെ മതപരിവർത്തനം ബന്ധപ്പെട്ട അറസ്റ്റും കാര്യങ്ങളും എല്ലാം ഹിന്ദു വിഭാഗങ്ങൾ വളരെ ശക്തമായിട്ട് അതിൽ ഛത്തീസ്ഗഡ് സർക്കാരിനെ പിന്തുണയ്ക്കുകയും ഇവരെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPയുടെ കേരളത്തിലടക്കം എല്ലാ സ്ഥലത്തും BJPയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്. അവിടെ ഈ ഇങ്ങനൊരു നയം സ്വീകരിക്കുമ്പോൾ അത് BJPക്ക് തിരിച്ചടിയാവില്ലേ? ഈ പറയുന്ന ഹിന്ദു വോട്ട് ബാങ്കിൽ ഒരു വിള്ളൽ ഉണ്ടാകാൻ അത് കാരണമായില്ലേ? അല്ല, ഇതിപ്പോൾ ഒരു താൽക്കാലിക വിഷയമാണ്. നമ്മൾ കാണേണ്ടത് ഇതിപ്പോൾ കേരളത്തിൽ 3 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിരുന്നുണ്ടല്ലോ, ഇതൊരു വാർത്തയേ അല്ല. അപ്പോൾ പിണറായി വിജയനും പിന്നെ വി ഡി സതീശനും എല്ലാം അതിനൊരു വി ഡി സതീശനെ എതിർക്കും. പക്ഷേ പിണറായി വിജയൻ അതിനൊരു ന്യായം പറയും. അതിന് CPM ജനറൽ സെക്രട്ടറി മറ്റൊരു ന്യായം പറയും. ശിവൻകുട്ടി അതിനേക്കാൾ വലിയ ന്യായം പറയും. ഇത് രണ്ടും കൂടെ കോംപ്രമൈസ് ആയി പോകും. ഇവിടെ അങ്ങനെ ഒരു കോംപ്രമൈസ് ഉള്ള ചാൻസ് ഇല്ല. ഇവിടെ UDF-ഉം LDF-ഉം ആണ് ഇവിടുത്തെ പ്രധാന രണ്ട് കക്ഷികൾ. രണ്ടുപേരും മത്സരിച്ച് കന്യാസ്ത്രീകളെ ഇതാ വഴി നടക്കാൻ പറ്റാത്ത. ഇന്നലെ നമ്മുടെ രാജ്യസഭ MP A റഹീമിന്റെ ഒക്കെ ഇത് കണ്ടാൽ നമുക്ക് തന്നെ കരച്ചില്ല. അല്ല, A റഹീമൊക്കെ പോയി അവര് ചെയ്യേണ്ടത് എന്താണ്? അവര് ജയിലിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്നതിന് പകരം ഇത് അവരെ പുറത്തിറക്കുന്നതിന് വേണ്ടി ഛത്തീസ്ഗഡ് ഗവൺമെന്റിൽ എന്തെങ്കിലും ചെയ്യാനോ, അല്ലെങ്കിൽ അവിടുത്തെ മുൻ മുഖ്യമന്ത്രി MLA-മാർ, അവിടെ 26 MLA-മാരുണ്ടല്ലോ, ഇവരെല്ലാം വിളിച്ചുകൊണ്ട് നേരെ പോയി അവിടുത്തെ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ അവിടുത്തെ DGP-യോ ഒക്കെ കണ്ട് സംസാരിക്കാനും ഒക്കെയുള്ള, അല്ലെങ്കിൽ അവിടുത്തെ പ്രോസിക്യൂട്ടറെ കണ്ട് സംസാരിക്കാനും ഒക്കെയുള്ള കാര്യങ്ങളല്ലേ നോക്കേണ്ടത്. അതിന് പകരം ജയിലിൽ വന്ന് വീഡിയോ എടുക്കാനും അത് ഇവിടെ ഉടൻ തന്നെ ലൈവായിട്ട് പ്രദർശിപ്പിക്കാനും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവസരങ്ങളും അവസരവാദികളും ചേർന്ന്
ഈ കന്യാസ്ത്രീകളുടെ ഒരു വിഷയത്തെ അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാക്കി കളഞ്ഞു. ഇവിടെ ശബരിമല വിഷയത്തിൽ എത്ര പേരെ അറസ്റ്റ് ചെയ്ത് നിരപരാധികളായി വെറും പ്രാർത്ഥനയുമായി നടന്ന നാമജപവുമായിട്ട് നടന്ന ആയിരക്കണക്കിന് സ്ത്രീകളെ അറസ്റ്റ് ചെയ്തില്ലേ? അന്ന് ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടായില്ലല്ലോ. അന്ന് വി ഡി സതീശനും ശിവൻകുട്ടിക്കും ഒന്നും രക്തം ഇത്ര തിളച്ചില്ലല്ലോ. അപ്പോ ഇതൊക്കെ അതാണ് ഞാൻ പറഞ്ഞ അവസരങ്ങളുടെയും അവസരവാദികളുടെയും ഒരു കലയായി ഈ ഛത്തീസ്ഗഡ് വിഷയവും 3 കന്യാസ്ത്രീകളുടെ വിഷയവും മാറ്റി എന്നുള്ളതാണ്. അത് ഞാനതിനെ ന്യായീകരിക്കല്ലേ ചെയ്യുന്നത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ളത് തെറ്റായ രീതിയിലാണെങ്കിൽ ചോദ്യം ചെയ്യണം. പക്ഷെ അതിനെ ഔട്ട് ഓഫ് പ്രൊപ്പോർഷനറ്റ് ആക്കുമ്പോൾ ഔട്ട് ഓഫ് പ്രൊപ്പോർഷനറ്റ് ആയിട്ടുള്ള മതചിന്തകൾ അവിടെ വന്നു വരും. അത് ഹിന്ദു വിഭാഗത്തിലും വരും, ക്രിസ്ത്യൻ വിഭാഗത്തിലും. അതാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. 2 വിഭാഗങ്ങൾ ഏതാണ്ട് ചേർന്ന് വരുന്നത്. കേക്ക് കൊടുത്തത് ഒരു സംയമനത്തിനാണെങ്കിൽ ഈ കേക്കിന് പകരം കഠാര വെക്കാനായിട്ട് ഇപ്പോൾ ഇവിടുത്തെ LDFും UDFും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രകോപിതരായി മതമേലധ്യക്ഷന്മാർ നീങ്ങുന്നു. അവർ പറയുന്നു ആട്ടി ഓടിച്ചാലും ഞങ്ങൾ സുവിശേഷം നടത്തും എന്ന് പറയുന്നു. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് സീക്രട്ട് ആയിട്ടുള്ള ഒരു കർമ്മമാണെന്നുള്ള അർത്ഥത്തിലാണ് അവർ പറയുന്നത്. പക്ഷെ അതിൻ്റെ പിന്നിലെ അജണ്ട മതം മാറ്റലാണ് എന്നുള്ളതാണ് ഇന്ന് നില വരെ കണ്ടിട്ടുള്ളതെന്നാണ് സംഘപരിവാർ സംഘടനകളും ബജറംഗ് ദളും ഒക്കെ പറയുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ ഛത്തീസ്ഗഡിൽ 35ഓളം കോൺഗ്രസ് MLA-മാരുണ്ട്. അവരാരും മിണ്ടിയിട്ടില്ല. അവരൊരു പ്രതിഷേധവും അവർക്കറിയാം അവിടെ പ്രതിഷേധിച്ചാൽ അവരുടെ ഉള്ള സീറ്റും കൂടെ പോകും. ഈ രാഹുൽ ഗാന്ധി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, പ്രിയങ്ക ഗാന്ധി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, സോണിയാഗാന്ധി ഒന്നും പറഞ്ഞിട്ടില്ല. പാർലമെന്റിൽ എന്തൊക്കെയോ സംസാരത്തിനിടെ പ്രിയങ്ക ഗാന്ധി പോകേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ ഏറെയുമാണോ പോകണ്ടേ? പ്രിയങ്ക ഗാന്ധിയല്ലേ അവിടുന്ന് ചാടി പുറപ്പെടേണ്ടത്? രാഹുൽ ഗാന്ധിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നല്ലൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് പ്രിയങ്ക ഛത്തീസ്ഗഡിലേക്ക് പോകുന്നില്ല? ഏറെയുമാണോ പോകേണ്ടത്? ഏറെയുമാ നമ്മുടെ രാജ്യസഭയുടെ അഭിമാനമാണെന്നും ആശ്ചര്യമാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാലും അദ്ദേഹം അല്ലല്ലോ പോകേണ്ടത്. അദ്ദേഹം മലയാളികളെ ഇങ്ങനെ രാജ്യസഭയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ പ്രസംഗിച്ച് കോരിത്തരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ ട്രാൻസ്ലേറ്റിംഗ് മെഷീൻ ഉണ്ട്. ഈ മെഷീൻ വെപ്രാളപ്പെടുകയാണ്. ഇത് എന്ത് ഭാഷയാണെന്നുള്ളത് അവർ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവർക്കറിയാം, ഈ മെഷീൻ അറിയാം. മലയാളത്തിലാണെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയാം, ഹിന്ദിയിലാണെങ്കിലും. ഇത് ഈ ഒരു ഹിന്ദിയാണോ മലയാളമാണോ ഇംഗ്ലീഷാണോ ഒരു ഇന്ത്യയിലെ പല ഭാഷകൾ ചേർന്ന ഒരു സങ്കര ഭാഷ പോലെ ഈ മെഷീൻ കിടന്ന് വൈബ്രേറ്റ് ചെയ്യാണ്. എങ്ങനെയാണ് ഇതിന് മറുപടി, എങ്ങനെയാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് അവിടുത്തെ 250 അംഗങ്ങളെ അറിയിക്കേണ്ടതെന്ന് വെപ്രാളപ്പെടുകയാണ്. അപ്പോൾ അതേപോലുള്ള വിദഗ്ധരാണ് നമുക്ക് വേണ്ടി, കന്യാസ്ത്രീകൾക്ക് വേണ്ടിയൊക്കെ പോകുന്നത്. ഇവർ പോയാൽ കുളമാകുകയല്ലാതെ ഒരിക്കലും നേരെയാവാൻ പോണില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടത് കറക്റ്റാണ്. അദ്ദേഹം BJP-യുടെ രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് BJP-യുടെ വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമവും, ഒപ്പം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു മതവിഭാഗത്തിന് ഒരു വിഷമമുണ്ടായാൽ അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമം എടുക്കുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്ത് തെറ്റ് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിനുണ്ടാകുന്ന പ്രഷർ വലുതാണ്. സംഘപരിവാർ സംഘടനകൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയെ അവർ കാണുന്നത് ഏതാനും വോട്ടുകൾക്ക് വേണ്ടി നമ്മുടെ ആൾക്കാരെ മതപരിവർത്തനത്തിന് വഴി തുറന്നു കൊടുക്കുന്നതിനുള്ള ഒരു ചാൻസാക്കി ഇതിനെ മാറ്റുന്നു എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.